ആഖിറത്തിന്റെ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് ദുന്യാവിൽ ചെറിയ ശിക്ഷകളെ കൊണ്ട് നാം അവർക്കിങ്ങനെ രുചി കൊടുത്തുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ നുള്ളലുകൾ പിച്ചലുകളൊക്കെ അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കെന്തെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുന്നില്ല എങ്കിൽ അള്ളാഹു തആല ചെയ്യുന്ന രണ്ടാമത്തെ പണി അൽ ഹദിയു തഅദീബി, അള്ളാഹു നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. ശരിക്ക് പട്ടിണിക്കിടാന്ന് പറയില്ലേ, പട്ടിണിക്കിടും. എങ്ങനെയെന്നറിയോ? ചില അസുഖം വരും, അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, നമ്മൾ ഇഷ്ടപ്പെട്ടത് കുടിക്കാൻ പറ്റൂല. ജ്യൂസ് കൊണ്ടൊരു തണുപ്പ്, ഇപ്പം തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, വേണ്ട. ഭക്ഷണം ഇപ്പോൾ ലൈറ്റ് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഹെവി കഴിക്കാൻ പറ്റൂല, അപ്പം എനിക്ക് വേണ്ട. അള്ളാഹു നിങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ തരും, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ തരും. എന്തിനെന്നറിയോ? അള്ളാഹുലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ. ഒന്ന് ആലോചിക്കുകയും, ഞാൻ ഇവിടെ ഉണ്ട്, നീ എന്താ വരാത്തത്, നീ എന്തേ എന്നെ നോക്കാത്തത്, നീ എന്തേ എൻ്റെ അടുത്ത് വരാത്തത് എന്ന് അള്ളാഹു പറയുന്ന ഒരു വഴിയാണത്. ആ ഒരു അള്ളാഹുവിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കണം. അതൊരു വിളിയാളമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയും, നിങ്ങൾ നേർവഴിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾക്ക് പരീക്ഷണം വന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ തഅദീബാണ്. നിങ്ങൾ വഴിവിട്ട് ജീവിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു നിങ്ങൾക്ക് പരീക്ഷണം നൽകുന്നുണ്ടോ, അത് അള്ളാഹു നിങ്ങൾക്ക് ഇവിടെ തരുന്ന ശിക്ഷയാണ്. പരലോകത്തെ ശിക്ഷയുടെ മുമ്പ് ഇവിടെ അള്ളാഹു അത് ക്ലോസ് ചെയ്യാണ്, ഫയൽ ക്ലോസ് ചെയ്യാണ്. അതിന് അള്ളാഹു ഇവിടെ ശിക്ഷ തരും. ഈ രണ്ടാലൊരു രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം പരീക്ഷണമാണ് അങ്ങനെ പറയരുത്, അങ്ങനെയല്ല. എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് പറയുകയാണെങ്കിൽ തന്നെയും ഒരു വിഭാഗം അള്ളാഹുവിന്റെ ശിക്ഷ തന്നെയാണ്. നമ്മൾ തൊട്ടിനും പിടിച്ചിനൊക്കെ പലിശക്ക് പോകുന്ന ആൾക്കാരാണ്, അനങ്ങിയ ബാങ്ക് ലോണാണ്. അങ്ങനെ ആളുകൾക്ക് അള്ളാഹു പരീക്ഷണം തരും. ശരിക്കും ലോക്കാവും, പറയും ശമ്പളം കിട്ടുന്നില്ല, ക്രെഡിറ്റ് കാർഡ് അടിച്ചു തീർക്കാനേ സമയമുള്ളൂ. അള്ളാഹു തരുന്നത് തഅദീബാണ്. അതിങ്ങനെ കൂടി അക്യുമുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ പൈസ എടുത്തതിലും 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ ബാങ്കിന് തിരിച്ചടക്കേണ്ട അവസ്ഥ വരും. ഒന്നും കയ്യിലില്ല, ആകെ നെട്ടോട്ടം കൂടെ. ശമ്പളം വരുന്നു. ഈ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴേ ഭയങ്കര രസമായിരിക്കും. ഇതിങ്ങനെ വെറുതെ കൊടുക്കാനാ തോന്നുക. കാർഡ് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നു, എന്താ രസം, ടിക്ക് എന്ന് പറയുമ്പോൾ ഓ കഴിഞ്ഞു, ഇത് നാളെ കൊടുക്കണ്ടേ, പൈസ തിരിച്ചു കൊടുക്കണ്ടേ ബാങ്കിന്. അപ്പൊ അള്ളാഹു തഅദീബ് ചെയ്യും, ഒന്ന് ഡിസിപ്ലിൻ ചെയ്യും. സാമ്പത്തികമായിട്ട് നന്നായിട്ട് നിങ്ങളെ വരിഞ്ഞു മുറുക്കും. എന്തിനെന്നറിയോ? ബോധം ഉണ്ടാവണമെന്ന് പറയാൻ വേണ്ടി. അസുഖങ്ങൾ അങ്ങനെയാണ്, പരീക്ഷണങ്ങൾ അങ്ങനെയാണ്. വലിയകൂന മിനൽ മൂഖിനീൻ, നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഉറച്ചു വിശ്വസിക്കുന്നവരാകാൻ വേണ്ടി, അള്ളാഹുവിനെ സംബന്ധിച്ച് ഉറച്ചു വിശ്വസിക്കുന്നവരാകാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾ തരും, റബ്ബിലേക്ക് വിളിക്കാൻ. ഇതും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അടുത്ത സ്റ്റേജ് അൽ ഇക്റാമുൽ ഇസ്തിദ്റാജി എന്ന് പറയും. അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ അഴിച്ചു തരും, എന്നിട്ട് അള്ളാഹു നിങ്ങളെ ബഹുമാനിക്കുകയാണ് നിങ്ങൾ തോന്നും. ഇങ്ങനെ കയറൂരി നിങ്ങളെങ്ങനെ വിട്ടുതരും. എന്താണോ ആഗ്രഹിക്കുന്നത് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാ വിഷയങ്ങളും റാഹത്താണ്. ജോലിക്ക് ജോലി, ശമ്പളത്തിന് ശമ്പളം, ആരോഗ്യം, മക്കള്, കുടുംബം, എല്ലാം ഫാന്റാസ്റ്റിക്. നിങ്ങളാണെങ്കിലോ ഒറ്റ വക്ത് നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കണത് ഖളാക്കിയിട്ടാണ്, സത്യം പറയുന്നില്ല, വഞ്ചനയിലാ പോകുന്നത്, തട്ടിപ്പാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൊള്ളത്തരമാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം റോങ് ആണ്. പക്ഷെ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ക്ലിയറാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിനാണ് അൽ ഇക്റാമുൽ ഇസ്തിദ്റാജി, ചൂണ്ടൽ പ്രയോഗത്തിലൂടെയുള്ള ബഹുമാനം എന്നതിന് പറയാം. അള്ളാഹ് നിങ്ങളെ ബഹുമാനിക്കാൻ തോന്നും. പക്ഷേ ഇതെന്താ, മത്സ്യത്തിന് തോന്നുന്നുണ്ടോ? ഈ കുളത്തുമിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ മൂപ്പർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കണം, മത്സ്യത്തോട് ഇഷ്ടമുണ്ടായിട്ട് തിന്നാൻ കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, മൂപ്പരെ പിടിക്കാനല്ലേ കൊടുക്കുന്നത്. ആ പിടുത്തം അള്ളാഹു ചെയ്യുന്നു. ഇത് കഴിഞ്ഞാൽ അതിലും നമ്മൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ രീതി പിടിക്കലാണ്. ഖസ്മ് എന്ന് പറയും, ഒരൊറ്റപ്പിടുത്തമാണ്. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. പിന്നെ അല്ലാഹു ഒരൊറ്റപ്പിടുത്തമാണ് പിടിക്കുക. ആ പിടുത്തം എന്ന് പറഞ്ഞാൽ അവരവരുടെ മരണത്തിലൂടെ ആ ഫയൽ അങ്ങ് ക്ലോസ് ചെയ്തു, പിന്നെ ഒന്നും അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല.